ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നിലമ്പൂർ ഒരു കല്യാണം കൂടാൻ പോവാണ് കേട്ടോ. ഉപ്പൻ്റെ ഒരു റിലേറ്റീവാണ്. ഞാൻ, ഐസു, കാക്കു, പിന്നെ ഇപ്പം ഉമ്മയുണ്ട്. റിസപ്ഷനാണ് പരിപാടി. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 5:30 ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുങ്ങി തട്ടിക്കൂടി എത്തിയപ്പോഴത്തേക്കും ഒരു സൈഡായി. പിന്നെ ഉപ്പക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും അങ്ങനെ വടപുറമ്പാലെത്തി. നിലമ്പൂർ കനോലി പ്ലോട്ടിലെത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അത്ര തന്നെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി എത്തിയപ്പോഴാണ് ഹസ്ബൻഡ് പറയുന്നത് നിലമ്പൂർ പാട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ടെൻഷനായി. വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നേരത്തെ എത്താൻ കഴിയൂലേ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റൂട്ട് മാറിയൊക്കെ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ ആ വഴി തന്നെ പോയത്. അത്ര അധികം ബ്ലോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കാർണിവൽ നടക്കുന്ന സ്ഥലം. ഇവിടെ എത്തിയപ്പോഴത്തെ ഏകദേശം ചെറിയ തിരക്ക് വരാൻ തുടങ്ങി. ഈവനിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ റൈഡുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് റൈഡും ഭയങ്കര രസമാണ്. കുട്ടികളും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും പരിപാടികൾ. ഫുഡുകൾ, സ്ട്രീറ്റ് ഫുഡുകളായിട്ടും റൈഡുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്, നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ. ഈ ടൈമിൽ ഈശ നല്ല ഉറക്കമായതുകൊണ്ട് അവൾക്കിത് കാണൽ മിസ്സായി കേട്ടോ. അവൾ ഒരുപാട് വിളിച്ചു നോക്കി കാണാൻ വേണ്ടിയിട്ട്. ഐസു ആണെങ്കിൽ ഇത് നോക്കി പുറത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു. അവന് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ലൈറ്റും ഒക്കെ കണ്ടിട്ട്. റോഡ് സൈഡിലുള്ള ബലൂൺസും ടോയ്സൊക്കെ കണ്ടിട്ട് ഐസു ഇക്കെന്ന് പറയുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാനും വാങ്ങിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാൻ വിചാരിച്ചു കേട്ടോ. ഈ കാർണിവൽ വരുന്നത് ഫർസ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണേ. നിങ്ങൾക്കറിയണ്ടാവും, വയനാട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഫർസ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും. അങ്ങനെ കുറച്ച് തിരക്കില്ലാത്ത റോഡ് എത്തിയിട്ടുണ്ട്. നിലമ്പൂരല്ല, ശരിക്കും ഇടക്കരയൊക്കെ ആയിട്ടാണ്. ഇത്തിരിയും കൂടെ നമുക്ക് നിലമ്പൂർ കഴിഞ്ഞ് വരാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പരിപാടിയൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. കാർ നിർത്തേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. നമ്മൾ ഇപ്പം ഞാനും ഐസൊക്കെ ആയിട്ട് ഇറങ്ങി. ഇതാണ് എൻട്രൻസ് വരുന്നത്. എല്ലാ ഭാഗവും ഒരുപാട് ലൈറ്റ്സായിട്ടാണ് അവർ ഡെക്കോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ആദ്യം ഒന്ന് എല്ലാവരെയും കണ്ടു. വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. ഗ്രേപ്സ്, പൈനാപ്പിൾ, വാട്ടർമെലന്, അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്തു. ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചെന്ന ഉടനെ തന്നെ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. പാട്ടും ഡാൻസ് കണ്ടിട്ട് ഇഷയ്ക്കും ഐസുവിനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ട് അവരതൊക്കെ നോക്കിയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഞാൻ ഐസുവിന് കൊടുക്കാനുള്ളതുകൊണ്ട് ആദ്യം ഗീ റൈസാണ് എടുത്തത്. അവനക്ക് കൊടുത്തതിന് സുർബിയാനും അൽഫാമും കഴിച്ചു. അത് കഴിഞ്ഞ് ഐസും ജാമുനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചോട്ടെ. ഇഷയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ജാമുൻ. പിന്നെ കുട്ടികളെല്ലാവരും കൂടെ സ്റ്റേജിലൊക്കെ കയറിയിട്ട് പാട്ടിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ടോ. ഇഷയൊക്കെ കയറിയിട്ട് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിക്കായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ ഇഷ കയറി കളിക്കുന്ന കണ്ടപ്പോൾ ഐസോന് സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ സ്റ്റേജിലൊക്കെ കയറി അവിടുത്തെ പൂക്കളൊക്കെ വെച്ച് കളിക്കുകയായിരുന്നു. ഐസ് സ്റ്റേജ് മേൽ കയറിയപ്പോൾ ഇഷക്കാണ് പണി ചെയ്ത് കേട്ടോ. അവൻ ആ AC-യിലും അതേപോലെ പൂവൊക്കെ പിടിച്ച് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയായിരുന്നു. ഇഷ അവനെടുത്ത് നോക്കിയായിരുന്നു. അവനെടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ചുറ്റിയൊക്കെ കണ്ട് വീടൊക്കെ കണ്ടു. കുറച്ച് ഐസും അധികമൊക്കെ ഓടി കളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ. ടാറ്റാ.